മഴ തോരും മുംബൈയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാത്രിയാവുമ്പോൾ ഹരി തൻ്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അവൻ ചെന്ന് കോളിംഗ് ബെല്ലടിക്കുമ്പോഴേക്കും കമല വന്ന് വാതിൽ തുറന്ന് നീ എവിടായിരുന്നടാന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ ഹരി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഡൈനിങ് ടേബിളിനരികിലെത്തി ജഗ്ഗിന്ന് വെള്ളമെടുത്ത് കുടിച്ചോണ്ട് അമ്മ വിവരം അറിഞ്ഞായിരുന്നു എന്ന് ഹരി ചോദിക്കുന്നുണ്ട്. എന്ത് വിവരം? കമല ചോദിക്കുമ്പോഴേക്കും പോലീസ് ഹോസ്പിറ്റലിൽ ചെന്ന് അലീനയുടെ മൊഴിയെടുത്തു. അപ്പോഴാ അവള് പറയുന്നത് ആരും കുത്തിയതല്ലെന്ന്. ഇന്ന് ഹരി പറയുമ്പോഴേക്കും പിന്നെങ്ങനെ കുത്തേറ്റു എന്ന് കമലയും. അവള് കത്രികയും കൈ പിടിച്ചോണ്ട് കസേരയിൽ വലിഞ്ഞു കയറി. അത് മറിഞ്ഞ് താഴെ വീണു. വീണ വീഴ്ചയില് കത്രിക വയറ്റത്ത് തുളച്ചു കയറി. അതാണ് സംഭവിച്ചതെന്ന് ഹരി പറയുമ്പോഴേക്കും എന്റെ ഈശ്വര, എന്നിട്ട് നമ്മൾ ആരെയൊക്കെ സംശയിച്ചു. അല്ല, അവൾ ഈ കത്രികയും കൊണ്ട് ആരുടെ നെഞ്ചത്തോട്ട് കയറിയതാന്ന് കമല ഹരിയോടായി ചോദിക്കുന്നുണ്ട്. എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞ് ഹരി മുകളിലേക്ക് കയറി പോകുന്നുണ്ടേ. കമല അപ്പോഴേക്കും തന്റെ മൊബൈൽ എടുത്ത് വൈജയന്തിയെ വിളിക്കുന്നുണ്ട്. ഹലോ വൈജയ്, അവിടെ എന്തായി കാര്യങ്ങള് എന്ന് കമല ചോദിക്കുമ്പോഴേക്കും കമലയെടുത്തി അറിഞ്ഞായിരുന്നോ അലീനയെ ആരും കുത്തി പരിക്കേൽപ്പിച്ചതല്ലെന്നാ പറയുന്നത് എന്ന് വൈജ പറയുമ്പോഴേക്കും ഇപ്പൊ ഹരി പറഞ്ഞപ്പോഴാ ഞാൻ അറിയുന്നത്. ഇത് എന്നാത്തിന്റെ സൂക്കേടായിരുന്നു ഈ കസേരപ്പുറത്ത് കയറാനെന്ന് കമലയും ചോദിക്കുന്നുണ്ട്. എന്നെ പറയാനാ, അവൾ ഈ വീട്ടിൽ വന്നു കയറിയ മുതലേ ഓരോരോ പ്രശ്നങ്ങളാ കമലെടുത്തി. ഒരു ദിവസം പോലും സമാധാനം എന്ന സംഗതി ഇല്ലേ ഇല്ല. വൈജയന്തി പറയുമ്പോഴേക്കും പോലീസ് ഹോസ്പിറ്റലിൽ ചെന്ന് അവളെ വിരട്ടിയൊന്ന് കമല ചോദിക്കുന്നുണ്ട്. അറിഞ്ഞൂടാ, വീണപ്പോ കത്രിക കുത്തി കയറിയെന്ന് അവള് പോലീസിനോട് പറഞ്ഞത് ഞാൻ അത്ര വിശ്വസിച്ചിട്ടൊന്നുമില്ല എന്ന് വൈജ പറയുമ്പോഴേക്കും വേറെ എന്നതിലും കാരണമുണ്ടോ എന്ന് കമലയും. അവൾക്ക് ആരൊക്കെയോ ആയിട്ട് പലതരം കണക്ഷൻസും ഉണ്ട് കമലെടുത്തി. നമ്മൾ ഈ പത്രത്തിലൊക്കെ കാണാറില്ലേ, പ്രേമം നിരസിച്ച യുവതിയുടെ മുഖത്ത് ആസിഡ് ഒഴിച്ചു എന്നൊക്കെ. വൈജ പറയുമ്പോഴേക്കും അവൾക്ക് പ്രേമമുണ്ടായിരുന്നു എന്ന് കമലയും. കാണുമായിരിക്കും, അവൾ ആദ്യത്തേതിനെ തഴഞ്ഞിട്ട് പുതിയ പുളിങ്കൊമ്പിൽ പിടിച്ചു കാണും. മറ്റവൻ കലിപ്പനായിരിക്കും, അവൻ കത്രികയും കൊണ്ടുവന്ന് അവളുടെ വയറ്റത്ത് കുത്തിയതായിരിക്കും. അവൻ കുത്തിയതാണെന്ന് പറഞ്ഞ അവളുടെ കഥയെല്ലാം വെളിച്ചത്ത് വരില്ലേ. അതുകൊണ്ട് അവൾ പറഞ്ഞു വീണപ്പോ പറ്റിയതാണെന്ന് എന്ന് വൈജ പറയണ കേട്ട് ഓ അങ്ങനെയാണല്ലേ എന്ന് കമലയും. അല്ല, ഞാൻ ഊഹിച്ചെടുത്തതാ, എന്റെ കയ്യിൽ തെളിവൊന്നുമില്ല എന്ന് വൈജ പറയുമ്പോഴേക്കും വൈജേ നീ പറഞ്ഞതായിരിക്കും ശരി, അല്ലാതെ പിന്നെ വേറെ സാധ്യതയൊന്നും ഞാനും കാണുന്നില്ലെന്ന് കമലയും. ഏതായാലും തൽക്കാലം അവളെ കുത്തിന്നും രക്ഷപ്പെട്ടു, പോലീസിനോട് കള്ളക്കഥ പറഞ്ഞ് അവിടെ നിന്നും രക്ഷപ്പെട്ടു എന്ന് വൈജ പറയുമ്പോഴേക്കും പൂച്ചയുടെ സ്വഭാവമല്ലേ, എങ്ങോട്ടെറിഞ്ഞാലും 4 കാലേ വന്ന് നിൽക്കും എന്ന് കമല പറയുമ്പോൾ വേറൊരു വിവരം കമലെടുത്തി അറിഞ്ഞായിരുന്നോ, മനുവ അവൾക്ക് ഹോസ്പിറ്റലിൽ കാവല് എന്ന് വൈജ പറയണ കേട്ട് കമല ഞെട്ടലോടെ മനുവോ, അവൻ എറണാകുളത്താണെന്ന് പറയുന്നുണ്ട്. അതാ ഇപ്പൊ നന്നായി, അവന് അലീനയ്ക്ക് കുത്തു കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴേ കാറുമെടുത്തിങ്ങ് പാഞ്ഞു വന്നു. ഇപ്പൊ ഹോസ്പിറ്റലിൽ അവളുടെ ബൈസ്റ്റാൻഡറായിട്ട് അവിടെ നിപ്പുണ്ട് എന്ന് വൈജ പറയുമ്പോൾ നേരാണോ വൈജ എന്ന് കമലയും. കമലെടുത്തി അവനെ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്ക്, ഫോൺ ഉണ്ടല്ലോ എന്ന് വൈജ പറയുമ്പോൾ ആഹാ അതറിയണല്ലോ എന്നും പറഞ്ഞ് കമല കോൾ കട്ട് ചെയ്യുന്നുണ്ടേ. പിന്നീട് ബാലചന്ദ്രൻ വീട്ടിലെത്തുന്നതാണ് കാണിക്കുന്നത്. കോളിംഗ് ബെല്ലടിക്കുമ്പോഴേക്കും വൈജയന്തി വന്ന് വാതിൽ തുറക്കുന്നുണ്ട്. വാതിൽ വീണ്ടും ക്ലോസ് ചെയ്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കയറിയിട്ടാണോ വരുന്നതെന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ രക്ഷപ്പെടുമല്ലോ അല്ലേ എന്ന് വൈജയന്തിയും. വേണ്ടായിരുന്നോ എന്ന ബാലചന്ദ്രന്റെ ചോദ്യം കേട്ട് എനിക്ക് വേണ്ടിയാണോ അവള് ജീവിക്കുന്നതെന്ന് വൈജയൻ ചോദിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ അലീന കിടന്നയിടമെല്ലാം നോക്കിക്കൊണ്ട് എല്ലായിടവും ക്ലീൻ ചെയ്തോന്ന് ചോദിക്കുന്നുണ്ട്. പോലീസ് കേസ് ഇല്ലല്ലോ, അതുകൊണ്ടങ്ങ് ക്ലീൻ ചെയ്തേക്കാമെന്ന് വെച്ചു എന്ന് വൈജയും. കേസ് ഉണ്ടെങ്കിലും അലീനയ്ക്ക് വേണ്ടി നിൽക്കാൻ ആരെങ്കിലും തയ്യാറാവോ, ആരെങ്കിലും ഉണ്ടോ അവൾക്കെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ ആരുമില്ലാത്തവളെ നിലത്ത് നിൽക്കണം, കസേരയിൽ കയറാൻ പോയിട്ടല്ലേ, എല്ലാ കാര്യവും ഉണ്ടായിരുന്നു എന്ന് വൈജയന്തിയും ചോദിക്കുന്നുണ്ട്. അവക്കൊരു അബദ്ധം പറ്റിയതല്ലേ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ ഇത് വല്ലാത്തൊരു കടന്ന അബദ്ധമായി പോയി എന്ന് വൈജയന്തിയും. മനഃപൂർവ്വം ആരെങ്കിലും കസേരയെന്ന് വീഴുകയും വയറ്റിലെ കത്രിക കൂത്തി കയറ്റുകയും ചെയ്യോ ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ മുകളിലേക്ക് നോക്കിക്കൊണ്ട് രോഹിത് എപ്പോഴാ വന്നെന്ന് ചോദിക്കുന്നുണ്ട്. കുറെ നേരമായി ഇന്ന് വൈജയന്തി പറയുമ്പോൾ എന്താ ലേറ്റ് ആയെന്ന് ബാലചന്ദ്രനും. ഫുട്ബോൾ കളി കാണാൻ പോയതാണെന്ന് പറഞ്ഞെന്ന് വൈജയന്തി പറയുമ്പോൾ അവൻ എവിടെ എന്ന് ബാലചന്ദ്രൻ വീണ്ടും ചോദിക്കുന്നുണ്ട്. മുകളിലുണ്ടെന്ന് വൈജയന്തി പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ മുകളിലേക്ക് കയറി പോകുന്നുണ്ടേ. അച്ഛൻ വന്നതറിഞ്ഞ രോഹിത് ആണ് ടെൻഷൻ സഹിക്കാൻ കഴിയാതെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ഡോറിൽ ആരോ മുട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. എന്തു ചെയ്യണമെന്നറിയാതെ ആകെ ടെൻഷനോടെ അവൻ നിൽക്കുമ്പോഴേക്കും വീണ്ടും ഡോറിൽ മുട്ടുന്നുണ്ട്. ഡോർ തുറക്കുമ്പോഴേക്കും മുന്നിൽ നിൽക്കുന്ന ബാലചന്ദ്രനെ കണ്ട് അവൻ അമ്പരപ്പോടെ നോക്കുമ്പോഴേക്കും നീ എന്താ കിടക്കായിരുന്നു എന്ന് ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ വെറുതെ മൊബൈൽ നോക്കി എന്ന് പരങ്ങലോടെ രോഹിത് പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ അവനെ ആകെയൊന്ന് നോക്കുന്നത് കണ്ട് എന്താ അച്ഛാ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ ഒന്നും മിണ്ടാതെ റൂമിനകത്തേക്ക് കയറി റൂമിലും സ്റ്റഡി ടേബിളിലുമെല്ലാം ആകെയൊന്ന് നോക്കിക്കൊണ്ട് രോഹിത്തിനടുത്തേക്ക് നടന്നു ചെന്ന് നീ ഇന്ന് കോളേജിൽ പോയില്ലെന്ന് ചോദിക്കുന്നുണ്ട്. പോയി എന്ന് ടെൻഷനോടെ രോഹിത് പറയുമ്പോഴേക്കും എന്നിട്ട് എന്താ വീട്ടിൽ വരാൻ ലേറ്റ് ആയെന്ന് ബാലചന്ദ്രനും. ഇന്നൊരു ഫുട്ബോൾ മാച്ച് ഉണ്ടായിരുന്നു സെവൻസിന്റെ, അമ്മയോട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അവൻ പറയുമ്പോഴേക്കും രാത്രിയിലാണോ മാച്ച് എന്ന് ബാലചന്ദ്രനും.
അതെ, 7 മുതൽ 8 വരെ അത്തിനാട് ടർഫിലായിരുന്നു കളി എന്നവൻ പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിന്റെ മുഖത്തെന്താ ഒരു പാടെന്ന് ചോദിക്കുന്നുണ്ട്. അവൻ പരുങ്ങലോടെ ഓർത്തെടുത്തോണ്ട് അത് കോളേജിൽ നിന്ന് പന്ത് കളിച്ചപ്പോൾ കുറ്റിക്കാട്ടിലേക്ക് പോയി. ബോബിൻ സിക്സർ അടിച്ചതാ, ഞാൻ എടുക്കാൻ പോയപ്പോൾ മുള്ളുകൊണ്ട് കോറി എന്നവൻ പറയണ കേട്ട് കാണാപ്പാടം പഠിച്ച പോലെയാണല്ലോ പറയുന്നതെന്ന് ബാലചന്ദ്രനും. അല്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ പറയണം, എനിക്കറിയാവുന്ന പോലെയല്ലേ പറ്റത്തുള്ളൂ. രോഹിത് പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ഇവിടെ നടന്ന സംഭവങ്ങൾ വല്ലതും നീ അറിഞ്ഞായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അറിഞ്ഞു എന്ന് രോഹിത് പറയുമ്പോൾ ആര് പറഞ്ഞു നിന്നോടെന്ന് ബാലചന്ദ്രനും. ഹരി എന്ന് രോഹിത് പറയുമ്പോൾ അവൻ എങ്ങനെ അറിഞ്ഞു എന്ന് ബാലചന്ദ്രൻ. അമ്മ കമലാന്റിയെ വിളിച്ച് അറിയിച്ചെന്ന് പറഞ്ഞു എന്ന് രോഹിത് പറയുമ്പോൾ എന്നിട്ട് നീ അലീനയെ കുറിച്ച് അന്വേഷിക്കാൻ ഇങ്ങോട്ട് വന്നില്ല, അമ്മയെയോ എന്നെയോ വിളിച്ച് എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ചതുമില്ല. നിന്റെ വീടല്ലേ ഇത്, അതോ നീ ഇനി വീട് തെറ്റി കയറിയതാണോ ഇവിടെ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും ഇവിടുത്തെ സെർവന്റിന്റെ കാര്യം തിരക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ലെന്ന് രോഹിത്തും. ആ സെർവന്റ് ഒരു പെൺകുട്ടിയാണെന്നും അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ അച്ഛനടക്കം ഈ വീട്ടിലുള്ള സകല പേരും ഉത്തരം പറയേണ്ടി വരുമെന്ന കാര്യം തിരിച്ചറിയാനുള്ള ബോധമൊന്നും നിനക്ക് ഇതുവരെ ആയിട്ടില്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും ഇവിടെ എന്ത് സംഭവിച്ചാലും അത് അച്ഛനും അമ്മയും കൂടി സോൾവ് ചെയ്യുമെന്ന് എനിക്കറിയാം, ഞാൻ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി തലയിടുന്നേ എന്ന് രോഹിത് പറയണ കേട്ട് ബാലചന്ദ്രൻ സംശയത്തോടെ നോക്കുമ്പോഴേക്കും അച്ഛൻ എന്താ ഒരു സംശയമുള്ള പോലെ. അലീന തന്നെ പോലീസിനോട് പറഞ്ഞതല്ലേ വീണപ്പോ അറിയാതെ സംഭവിച്ചതാണെന്ന്, പിന്നെന്താ പ്രശ്നമെന്ന് രോഹിത് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല കൂടുതലൊന്നും ഉണ്ടാവാൻ ഞാൻ മതി പറഞ്ഞ ബാലചന്ദ്രൻ അവനെ ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും രോഹിത് ആശ്വാസത്തോടെയും ടെൻഷനോടെയും അച്ഛൻ പോയ വഴിയെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും സംശയത്തോടെ നോക്കിക്കൊണ്ട് റൂമിന് പുറത്തു നിൽക്കുന്ന ബാലചന്ദ്രനെയാണ് കാണുന്നത്. ബാലചന്ദ്രൻ തന്റെ കണ്ണട മാറ്റിക്കൊണ്ട് അവനെ ഒന്ന് നോക്കിക്കൊണ്ട് ശരി എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുമ്പോഴേക്കും രോഹിത്തും ആശ്വാസത്തോടെ ദീർഘനിശ്വാസം വിടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഓടിച്ചെന്ന് ആ ഡോർ കുറ്റിയിടുമ്പോഴേക്കും ആകെ ടെൻഷനോടെ തളർന്ന് അവൻ ആ ഡോറിന്റെ മൂലയിലേക്ക് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കട്ടിലിൽ കിടന്നുറങ്ങുന്ന വൈജയന്തിയെയും തൊട്ടടുത്തു തന്നെ കിടന്ന് ഉറക്കം വരാതെ എന്തോ ആലോചനയിൽ കിടക്കുന്ന ബാലചന്ദ്രനെയുമാണ്. ഉറക്കം വരാതെ ബാലചന്ദ്രൻ എണീറ്റ് കട്ടിലിൽ ഇരിക്കുമ്പോഴേക്കും മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. ബാലചന്ദ്രൻ അതെടുത്തു നോക്കുമ്പോഴേക്കും മനുവിന്റെ ഒരു വീഡിയോ മെസ്സേജ് ആയിരുന്നു. അങ്കിൾ ഉറങ്ങിയെങ്കിൽ ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ ഈ മെസ്സേജ് അയക്കുന്നത്, വലിയ കാര്യമൊന്നും പറയാനില്ല. അലീനയെ പോസ്റ്റ് ഓപ്പറേഷൻ ഐസിയുവിൽ നിന്നും റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, ഞാൻ കണ്ടു അങ്കിളെ, സ്ട്രെച്ചറിൽ റൂമിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് കണ്ടത്. നല്ല ഉറക്കത്തിലാണ്, കുഴപ്പമൊന്നുമില്ല അങ്കിളെ. ഇപ്പോൾ നഴ്സുമാരുണ്ട് റൂമിൽ, ഞാൻ പോയിട്ട് സമാധാനമായിട്ട് ഒരു കട്ടൻ കാപ്പി കുടിക്കട്ടെ, എന്നിട്ട് റൂമിലേക്ക് പൊക്കോളാം. അപ്പോൾ ശരി അങ്കിളെ, ബൈ എന്ന മനുവിന്റെ മെസ്സേജ് നോക്കിക്കൊണ്ട് ബാലചന്ദ്രനും ആശ്വാസമാവുന്നുണ്ട്. ആശ്വാസത്തോടെ ബാലചന്ദ്രനും ഉറങ്ങാനായി കട്ടിലേക്ക് കിടക്കുന്നുണ്ടേ. പിന്നീട് അലീനെ മാറ്റി റൂമിലേക്ക് മനു വരുന്നതാണ് കാണിക്കുന്നത്. കൂടെയുള്ള നേഴ്സ് മനുവിനോടായി പറയുന്നുണ്ട്, പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർ അല്ലേ, കുറച്ചു മുമ്പ് വരെ പേഷ്യന്റ് ഉണർന്നു കിടക്കായിരുന്നു, ഇപ്പോൾ ഉറങ്ങി, മിക്കപ്പോഴും ഉറക്കത്തിലാ, സെഡേഷന്റെയാ എന്ന് പറഞ്ഞ് അവർ പോകുമ്പോഴേക്കും മനു കഥക് ചാരിക്കൊണ്ട് അലീനയുടെ അടുത്തേക്ക് വന്ന് ഉറക്കത്തിൽ കിടക്കുന്ന അവളെ ഒന്ന് നോക്കിക്കൊണ്ട് കസേര വലിച്ചിട്ട് അവളുടെ അടുത്തേക്കായി ഇരിക്കുന്നുണ്ട്. ആ സമയത്താണ് മനുവിന്റെ മൊബൈൽ റിംഗ് ചെയ്യുന്നത്. അവൻ അതെടുത്തു നോക്കുമ്പോഴേക്കും കമലയായിരുന്നു അപ്പുറത്ത്. നീ എവിടെയാ മനു, എറണാകുളത്തല്ലേ എന്ന് കമല ചോദിക്കുമ്പോൾ അല്ലെന്ന് മനു പറയുന്നുണ്ട്. നീ എറണാകുളത്തിന് പോകുന്നു പറഞ്ഞല്ലേ ഇവിടുന്ന് പോയത് എന്ന് കമല ചോദിക്കുമ്പോൾ ശരിയാ, പക്ഷെ അവിടെ എത്തുന്നതിന് മുന്നേ തിരിച്ചു വരേണ്ടി വന്നു എന്ന് മനു പറയുന്നുണ്ട്. തിരിച്ചു വന്നെന്നോ, നീ ഇവിടെ വന്നില്ലല്ലോ എന്ന് കമല ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും അമ്മേ, ഞാനിപ്പോ ദേവമാത ഹോസ്പിറ്റലിലാണ് ഉള്ളത് എന്ന് മനു പറയുന്നുണ്ട്. നിനക്കെന്താ ഹോസ്പിറ്റലിൽ കാര്യം, എന്നാ പറ്റിയതെന്ന് കമല ചോദിക്കുമ്പോൾ എനിക്കല്ല, അലീനയ്ക്കൊരു അപകടം പറ്റി, കുറച്ച് സീരിയസ് ആണെന്ന് ബാലചന്ദ്രൻ അങ്കിൾ വിളിച്ചു പറഞ്ഞു, ഞാൻ അപ്പോൾ തന്നെ തിരിച്ചു വന്നു എന്ന് മനു പറയുന്നുണ്ട്. കടപ്പാട്ടൂരിലെ വേലക്കാരിക്ക് അപകടം പറ്റിയ നിനക്കെന്താ മനു, അവരല്ലേ നോക്കേണ്ടത് എന്ന് കമല ദേഷ്യപ്പെടുമ്പോഴേക്കും ഞാനല്ലേ അലീനയെ കൂട്ടിക്കൊണ്ടുവന്നത്, എനിക്കും ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ എന്ന് മനുവും പറയുന്നുണ്ട്. ഹോസ്പിറ്റലിൽ എത്തിച്ചല്ലോ, പിന്നെ നിനക്കെന്താ അവിടെ ഉദ്യോഗം, ഈ ഡോക്ടറുമല്ല നഴ്സുമല്ല എന്ന് കമല ഒച്ചവെക്കുന്നുണ്ട്. ഞാൻ ഇന്ന് രാത്രി ഹോസ്പിറ്റലിൽ അലീനയുടെ ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുക മനു പറയണ കേട്ട് ആകെ ദേഷ്യത്തോടെ നീയോ, കൈതക്കൽ മാളിക വീട്ടിലെ മനു ശങ്കർ മേനോനെ അത്രയ്ക്ക് ഗതികേട് വന്നോടാ, കടപ്പാട്ടൂരെ വേലക്കാരിയെ ശുശ്രൂഷിക്കാൻ നിൽക്കാൻ ഒന്നുമല്ലെങ്കിലും നീ ഒരാണല്ലേടാ, നിനക്ക് നാണമില്ലെന്ന് കമല ചോദിക്കുന്നുണ്ട്. ഞാൻ അല്പം കുറച്ച് വെച്ചിരിക്കുക ഈ നാണം, ആവശ്യമുള്ളിടത്ത് മാത്രം ഉപയോഗിക്കേണ്ട സംഗതിയാ ഈ നാണം, ഇവിടിപ്പോ അതിന്റെ ആവശ്യമില്ലെന്ന് മനുവും. ഇന്ന് രാവിലെ എറണാകുളത്ത് പോയവൻ വൈജയുടെ വീട്ടുവേലക്കാരിക്ക് കാവൽ കിടക്കുന്നു, ഓർത്തിട്ടെന്റെ തൊലി ഉരിയുന്ന പോലെ തോന്നുക എന്ന് കമല ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും നാളെ ഒരു 8 മണിയാവുമ്പോഴേ അമ്മ ഇങ്ങോട്ട് വാ, അതിന് ചികിത്സയുണ്ട് ഇവിടെ, ഇവിടുത്തെ സൈക്കോളജിസ്റ്റ് നല്ല ഫേമസാ എന്ന് മനു പറയുമ്പോഴേക്കും വെച്ചിട്ട് പോടാ നാണം കെട്ടവനെ, നീയേ ആദ്യം ആ ഹരിയെ കണ്ടുപഠിക്ക് എന്ന് കമല ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും താങ്ക്സ്, വേറെ വല്ലതും പറയാനുണ്ടോ എന്ന് മനു ചോദിക്കുന്നുണ്ട്. മനു, ഇത് വളരെ മോശമായി പോയി, അവൾക്ക് കൂട്ടിരിപ്പിന് ആള് വേണമെങ്കിലേ വൈജ
പോയി നിൽക്കണമായിരുന്നു. അല്ലെങ്കിൽ ബബിതയെയോ കൃഷ്ണയെയോ നിർത്തണമായിരുന്നു. ഇത് ഭയങ്കര ചീപ്പായിപ്പോയി. ഞാൻ എന്നതാ പറയണ്ടേ എന്ന് കമല ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും അമ്മ ഒന്നും പറയണ്ട, ഫോൺ വെച്ചിട്ട് പോയി കിടന്നുറങ്ങാൻ നോക്ക്. അമ്മ ഫുഡ് കഴിച്ചില്ലേ? ഞാൻ കഴിച്ചില്ല. അവിടെ നല്ല സുഖമല്ലേ കിടക്കാൻ, ഇവിടെ അത്ര സുഖം പോരാ. ഇന്നത്തെ ദിവസം തീർന്നു, നാളത്തെ കാര്യം നമുക്ക് നാളെ നോക്കാം. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മനു കോൾ വെക്കുന്നുണ്ടേ. കോൾ വെച്ച് കഴിഞ്ഞ് മനു തിരിഞ്ഞു നോക്കുമ്പോഴും അലീന നല്ല ഉറക്കത്തിലായിരുന്നു. ആ സമയത്താണ് ഒരു പേടിപ്പെടുത്തുന്ന സ്വപ്നം രോഹിത് കാണുന്നത്. അലീന കത്രികയുമായി തന്റെ നേരെ വരുന്നതും സ്വന്തം വയറിലേക്ക് തന്നെ കുത്തി ആ കത്രിക എടുത്ത് പുറത്ത് വലിച്ചുകൊണ്ട് ആ രക്തത്തുള്ളികൾ നോക്കി ആർത്തട്ടഹസിക്കുന്നതും വീണ്ടും വയറിലേക്ക് തന്നെ ആഞ്ഞു കുത്തുന്നതും കത്രികയെടുത്ത് വീണ്ടും കുത്തുന്നതും എല്ലാം കേട്ട് ആർത്ത് വിളിച്ചുകൊണ്ട് രോഹിത് ഉറക്കത്തിൽ നിന്ന് അലറി വിളിച്ചെഴുന്നേൽക്കുന്നുണ്ട്. ആകെ പേടിയോടെ അവൻ തൻ്റെ പുതപ്പെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പെട്ടെന്ന് തന്നെ റൂമിലെ ലൈറ്റ് ഓൺ ചെയ്യുന്നുണ്ട്. പേടിയോടെ ടെൻഷൻ താങ്ങാൻ കഴിയാതെ അവൻ റൂമിലിരുന്ന ബോട്ടിലിൽ നിന്നും വെള്ളമെടുത്ത് കുടിക്കുന്നുണ്ട്. ഉറക്കത്തിലായിരുന്ന അലീനയെ നോക്കിക്കൊണ്ട് മനു റൂമിലൂടെ ഉലാത്തിക്കൊണ്ട് നടക്കുമ്പോഴാണ് അലീന ഉറക്കത്തിലായിരിക്കുമ്പോഴും ഞരങ്ങുന്നത് കാണുന്നത്. മനു വേഗം വന്ന് അവളുടെ അടുത്തുള്ള കസേരയിലിരിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.